മാതാ പിതാ ഗുരു ദൈവം എന്ന് ആരെഴുതി? ആരെക്കുറിച്ച് എഴുതി? ഈ ശ്യാമള എന്ന എന്നെ പറ്റിയും എന്റെ കെട്ടിയോൻ രാജേട്ടനെ പറ്റിയും എഴുതിയത്. കാരണം എന്താണെന്നറിയാമോ? അതുപോലെ തങ്കക്കുടം പോലൊരു മോനെയാണ് ഞങ്ങൾക്ക് ദൈവം തന്നത്. അവനെ പഠിപ്പിച്ചു, അവനെ വളർത്തി, ജോലി കിട്ടിയപ്പോ കുഞ്ഞ് ഞങ്ങളോട് എന്തോ പറയുന്നറിയാവോ? അച്ഛാ, അമ്മേ, ഇനി നിങ്ങൾ ജോലിക്കൊന്നും പോവണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാമെന്ന്. എന്റെ കുഞ്ഞ് പറയും ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം ചെലവെല്ലാം നോക്കുന്നത് എന്റെ മോനാ. അപ്പൊ പിന്നെ അങ്ങനല്ല പറയേണ്ടത്, മാതാ പിതാ ഗുരു മകൻ, അങ്ങനെ പറയുന്നതാണ് നല്ലത്. അടുത്ത മാസം 28-ാം തീയതി എന്റെ മോന്റെ കല്യാണം, എല്ലാരും വരണേ. അങ്ങനല്ല 28-ാം തീയതി എന്റെ മോന്റെ കല്യാണം. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ പോലെ തന്നെ തങ്കം പിടിച്ചൊരു കൊച്ചായിരിക്കണേ. ആണെന്നാ തോന്നുന്നത്. കാരണം മോതിരമാറ്റത്തിന്റെ അന്നേ മമ്മി 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാരി തുമ്പേ നടക്കുമായിരുന്നു കൊച്ച്. എന്റെ സേഫ്റ്റി പിൻ ഉണ്ടായിരുന്നെ അന്ന് തന്നെ ഞാൻ ആ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നേനെ. പിന്നെ ചടങ്ങാവുമ്പോ അത് അതിന്റെ മുറയ്ക്ക് നടക്കണമല്ലോ. 2 മാസം കഴിഞ്ഞാൽ ചെറുക്കൻ അങ്ങ് ഗൾഫിൽ പോകും. എന്തായാലും പിന്നെ അവൾ എന്റെ അങ്ങനെ അതെല്ലാം നടന്നിട്ട് എന്റെ മോനെ പറ്റി അനാവശ്യം പറഞ്ഞു പിടിപ്പിച്ചു അപ്പുറത്ത് താമസിക്കുന്ന മോഹനൻ. അത് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് ചേട്ടൻ അലാറം വെച്ചോണെന്ന് അവനോട് ചോദിക്കാൻ പോയേക്കോ. എന്റെ രാജേട്ടന്റെ വിരൽ തുമ്പിൽ ഇല്ല അപ്പുറത്തെ മോഹനൻ. പറയണ്ടെന്ന് ആദ്യം വിചാരിച്ചു, പക്ഷെ സഹിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ കുഞ്ഞിനെ പറ്റി അനാവശ്യം ചോദിച്ചോനെ. എനിക്ക് അവനത് കീറണം. എന്നെ വിടുതി, എന്നെ വിടുതി, എന്നെ വിടുതി. എന്നെ വിടാൻ പറഞ്ഞു ഉടനെ അങ്ങ് വിടുവാണോ? പിന്നെ പിടിച്ചു വെക്കണമായിരുന്നോ? അങ്ങോട്ട് എനിക്ക് അവനോട് ചോദിക്കണം. എനിക്ക് കളിച്ചു വരുമായിരിക്കും. എന്തോ വന്നിട്ട് ഒലിച്ചു വരുവാന്നല്ലോ മൂക്കിന്ന് ചോര. അത് അറിയാതെ മോഹന്റെ കൈ വന്നു കൊണ്ടാടി. കുഞ്ഞിനെ പറ്റി അനാവശ്യം പറഞ്ഞപ്പോ ചോദിക്കട്ടെ ആടി അവനോട്. അതെന്തോ അതങ്ങ് വിട്ടൂടായിരുന്നു. അത് അടി മേടിച്ച് കൂട്ടിയല്ല, അലാറം വെച്ച് അടി മേടിക്കാൻ പോയതാന്നോ നിങ്ങള്? എടി, ഞാൻ അവിടെ മാനം മര്യാദയായിട്ട് ചോദിക്കാൻ ചെന്നതാ. എന്റെ കുഞ്ഞിനെ പറ്റി ഞങ്ങളെ അന്വേഷിച്ച് ഞങ്ങളെ നോക്കുന്നത് ഞങ്ങളുടെ പൊന്നുമോനെ പറ്റി അനാവശ്യം പറഞ്ഞപ്പോ ചോദിക്കട്ടായോ? ഞാൻ ചെന്ന് മാനം മര്യാദയായിട്ട് ചോദിക്കാൻ ചെന്നു. മോനോ കുഞ്ഞുസം പറഞ്ഞോളാം ചോദിച്ചല്ലേ കുഞ്ഞിനെ പറ്റി. ഇവരുടനെ എന്നെ പിടിച്ചിട്ട് തേക്കാത്ത ഭിത്തിയെ പിടിച്ചോടോ ഒറ്റ വരെ. എന്റെ പുറം 4 ലൈൻ ബുക്ക് പോലെ അതിന്റെ കൂടി. അയ്യോ, മോൻ വളരെ നല്ല കൊടുക്കായിരുന്നു. 4 ലൈൻ ബുക്ക് അതിന് വര പോലായി എന്റെ പുറം. ഞാൻ പറഞ്ഞോടാ, എന്നെ ഇടിച്ചാൽ നീ തിരിച്ച് ഇടി വായിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്റെ കുത്തിന് പിടിച്ച് കറക്കി ഭിത്തിയെ ചേർത്തങ്ങ് നിർത്തി. എന്നെ ഇരിക്കാനുള്ള പ്ലാൻ എനിക്ക് മനസ്സിലായി. അവൻ കൈ അങ്ങ് ചുരുട്ടി. അവന്റെയോ? പിന്നെ എന്നെ ഇരിക്കാൻ വേണ്ടി അവന്റെ കൈ ഞാൻ ചുരുട്ടി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവന്റെ കൈ അവൻ ചുരുട്ടി. അപ്പൊ അവൻ എനിക്ക് അന്നേരം അറിയാം ഇവൻ എന്റെ മുഖത്ത് നോക്കി ഇരിക്കാനുള്ള പരിപാടിയാന്നല്ലേ. പിന്നെ ആരോടാ കളിച്ചത്? ഞാൻ ഇരിക്കാൻ വരുവേ ഞാൻ സൈലോട്ടങ്ങ് മാറി. ഇവന്റെ കൈ ചെന്ന് ആ ഭിത്തിയെ ചെന്ന ഒരൊറ്റ ഇടിയ. എന്നിട്ട് ഞാൻ ഇവനെ പിടിച്ച് കറക്കി നേരെ ഭിത്തിയിലോട്ടൊക്കെ ചേർത്ത് നിർത്തി. നിങ്ങള് ഇരിക്കാൻ വേണ്ടി എന്നിട്ട് നോക്കി ഒരൊറ്റ ഇടി അവന്റെ മുഖത്തേക്ക് ഇട്ടത്. കൊണ്ടില്ല, ഞാൻ പിടിച്ച എനിക്കറിയാം ഇവര് ഒഴിഞ്ഞു മാറുമെന്ന്. ഞാൻ അതിന് ആദ്യം മതിലിൽ നിന്നിട്ട് ഒറ്റ ഇടിയാൻ കിട്ടിച്ചങ്ങ്. എന്റെ പൊന്റെ കൊച്ചെ, നിന്റെ പേരെന്തായിരുന്നു? സ്വന്തം ഭാര്യ എന്തായിരുന്നു? ശ്യാമള. ഇപ്പഴങ്ങാൻ കിട്ട പേര്, അതുകൊണ്ട് എന്റെ പൊന്നു കൊച്ച ആ ഇടി പിറ്റേ ചെന്ന് കൊണ്ടതുകൊണ്ടല്ലോ, ഇടുക്കി ഡാമിൽ നിന്ന് ഡയറക്റ്റ് കറണ്ട് കയറ്റി വിടുന്ന പോലെ ഇതിനെ കയറി വരവാ കറണ്ട്. 1,26,000 മുടി എനിക്കും 56,000 മുടി അവനും. ഈ പവർ കാരണം എന്റെ മുടി അന്ന് വയർ ബ്രഷ് പോലെ ഞാൻ ഇങ്ങനെ എന്നെ എടുക്കുമായിരുന്നു. അവന് ഭയങ്കര മുടി കുറവാ. എന്നിട്ട് അവൻ എന്നെ എവിടെ ചവിട്ടിടി. നീ ഒരു കാര്യം ചെയ്യണം, ഇത്രയും ദ്രോഹം ചെയ്ത മോഹനോട് പറയണം നമുക്ക് 550 രൂപ തരണമെന്ന് പറയണം. ആര് പറഞ്ഞില്ലെന്ന്? അവൻ പുതിയ ചെരുപ്പും പുതിയ നിക്കറും വാങ്ങിച്ചു. ആ നിലത്ത് കിടന്നപ്പോ ഞാൻ കണ്ട എന്നെ ചവിട്ടിപ്പോ ഞാൻ കണ്ടതാ അവനെ. തിരിച്ചു കൊടുക്കാൻ അന്നേരം ഞാൻ എന്നെ ചവിട്ടാൻ വന്നപ്പോ ഞാൻ നോക്കിപ്പോട്ടല്ലോ അവന്റെ കാലിന്റെ തള്ള പറഞ്ഞ ദാഹം വണ്ടിയുടെ ഡിക്കി പൊക്കി വെച്ചേക്കുന്ന പോലെ ആശുപത്രി കേസാവും. ഡോക്ടർ ആരടിക്കാൻ ചോദിച്ചാൽ മോഹൻ അടിച്ചാന്ന് ഞാൻ നാണക്കേട്. അതുകൊണ്ട് ഇപ്പൊ ആശുപത്രി നിന്ന് കയറാൻ പറ്റും. പകരുന്ന അസുഖമൊക്കെ ഉണ്ട്. ശശികല എന്നൊക്കെ പറയുന്നത്. ശിഖലയാണോ ഇസബല്ലയാണോ അസുഖങ്ങളും കാര്യങ്ങളുണ്ട്.